നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന, ഏറ്റവും കനം തൂങ്ങുന്ന വസ്തു എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, ഖുലുഖുൻ ഹസൻ, സൽ സ്വഭാവമാണ്. സൽ സ്വഭാവം. മക്കളോട്, ഉമ്മയോട്, ബാപ്പയോട്, അയൽവാസികളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കൂട്ടുകാരോട്, കൂട്ടുകാരികളോട്, തൻ്റെ കുടുംബക്കാരോട്, ജ്യേഷ്ഠാനുജത്തിമാരോട്, ജ്യേഷ്ഠാനുജന്മാരോട്, എല്ലാവരോടും സൽ സ്വഭാവം, നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നത് നാളെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു അമലാണ്. മീസാനിൽ നന്മ ഭാരം കൂടിയാലോ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, നാളെ മീസാൻ എന്ന തുലാസിൽ അമലുകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗം തൂങ്ങിയാൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവരുടെ പരലോക ജീവിതം മുഴുവനും ആഹ്ലാദത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, അവർ സന്തോഷത്തിലാണ്. അതേസമയം വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ നമ്മുടെ അമലുകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗം തൂങ്ങാതെ തിന്മയുടെ ഭാഗം തൂങ്ങിയാൽ അവന്റെ കാര്യം വലിയ ഭയപ്പാടാണ്, കഷ്ടപ്പാടാണ്. പാരത്രിക ജീവിതം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നാളെ നമ്മുടെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമല് തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗം തൂങ്ങണോ, സൽ സ്വഭാവം നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ചോദ്യം, അൻ അക്സരി മാ യുദ്ഖിലുന്നാസൽ ജന്ന, സ്വർഗത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്തിക്കുന്ന അമല് ഏതാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹു ഉണ്ടെന്ന ബോധത്തോടെ ജീവിക്കുകയും അവൻ കൽപ്പിച്ചത് ചെയ്യുകയും ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളെ റബ്ബിനോട് മാപ്പ് ചോദിക്കുകയും ഇനി വരുന്ന ജീവിതത്തിൽ ഭാവിയിൽ അള്ളാഹു പൊരുത്തപ്പെടാത്തത് ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിക്കുകയും അതോടൊപ്പം വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം ഉണ്ടാവുകയും ചെയ്യണം. നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ 24 മണിക്കൂറും ഇബാദത്തിലാണ്, ദിക്റിലാണ്, നല്ല ദാക്കിറത്തായൊരു പെണ്ണാണ്. അതല്ലെങ്കിൽ രാത്രി മുഴുവനും നിസ്കാരത്തിലാണ്, പകല് മുഴുവനും നോമ്പാണ്, എല്ലാ ഇബാദത്തും ഒരു കുറവും വരുത്താത്ത ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ ഒരൊറ്റ കുറവ്, അവളുടെ നാവിന് നീട്ടം കൂടുതലാണ്. അവളെ കൊണ്ട് അയൽവാസികൾ വല്ലാതെ വിഷമത്തിലാണ്. അവളുടെ നാവ് കൊണ്ട് കുടുംബക്കാർ പ്രയാസത്തിലാണ്. വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരാണ്. അല്ലെങ്കിൽ ജേഷ്ഠാനുജത്തിമാരോട്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകളോട് കയർത്ത് സംസാരിക്കുന്ന സ്വഭാവമാണ്. ബാങ്ക് കൊടുത്താൽ നിസ്കാരപ്പായിലെത്തുന്ന ഉമ്മയാണ്. ഒരൊറ്റ വഅദിന്റെ മജ്ലിസും ഒഴിവാക്കാത്ത ഉമ്മയാണ്. എല്ലാ നല്ല കാര്യങ്ങളിലും സ്വതക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉമ്മയാണ്. ധാരാളം ദിക്റ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയാണ്. പക്ഷേ തൂതി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് വല്ലാത്ത നാവാണത്. അയൽവാസികൾക്ക് വിഷമമാണ്, മക്കൾക്ക് പ്രയാസമുള്ള നാവാണ്, മരുമകൾക്ക് പ്രയാസപ്പെടുത്തുന്ന നാവാണ്. ഈ ഒരു സ്വഭാവമേ, സ്വഭാവ ദൂഷ്യമേ ആ പെണ്ണിനുള്ളൂ എന്ന് സ്വഹാബത്ത് അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, ഒരു നന്മയും ഇല്ലാത്തവളാണവൾ. വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അപ്പം തഖ്വയിലൂടെ അള്ളാഹുവിനോട് നല്ല ബന്ധമുണ്ടാക്കുമ്പോൾ സൽ സ്വഭാവത്തിലൂടെ ജനങ്ങളോടും ബന്ധം നിലനിർത്തണം. ഭക്ഷണം കഴിക്കുക, തൻ്റെ വികാരങ്ങൾ ശമിപ്പിക്കുക എന്നതിനപ്പുറം മാനുഷിക താല്പര്യങ്ങൾ, സ്വന്തം മാനുഷിക താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ച് എൻ്റെ താല്പര്യം എന്താണോ അത് നടപ്പിലാക്കുക എന്നതിനപ്പുറം മറ്റുള്ളവരുടെ പരിഗണിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എൻ്റെ നാവ് കൊണ്ട് എൻ്റെ അയൽവാസികൾ വിഷമിക്കാൻ പാടില്ല, എൻ്റെ നാവ് കൊണ്ട് എൻ്റെ മക്കൾ വേദനിക്കാൻ പാടില്ല, എൻ്റെ നാവ് കൊണ്ട് എൻ്റെ മക്കളുടെ ആൺമക്കളുടെ ഭാര്യമാരാകുന്ന മരുമക്കൾക്ക് വേദന വരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചോ, അവരെത്ര നിസ്കാരക്കാരിയാണെങ്കിലും, അവളെത്ര നോമ്പുകാരിയാണെങ്കിലും, അവളെത്ര ദിക്ർ ചൊല്ലുന്നവളാണെങ്കിലും, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ പറഞ്ഞു, ഇന്നക്കും ലൻ തസ്ഉന്നാസ ബി അംവാലിക്കും. പൈസ കുറെ കൊടുത്തു എന്നതുകൊണ്ടൊന്നും സ്നേഹം കിട്ടൂല, കാശ് കൊടുത്തു എന്നതുകൊണ്ടൊന്നും സ്നേഹം കിട്ടൂല. ഭാര്യക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തു, പറയാത്തതും വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് ആ പൈസ ഉണ്ടാകുന്ന കാലം വരെ ആ സ്നേഹം ഉണ്ടാവുള്ളൂ, വാങ്ങിക്കൊടുത്ത സ്നേഹം. യഥാർത്ഥ സ്നേഹം അങ്ങനെയല്ല, മനസ്സ് കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഞാൻ രാവിലെ തന്നെ എൻ്റെ പുതിയാപ്പിൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കലുണ്ട്, അത് കഴിഞ്ഞാൽ നാസ്ത കൊടുക്കലുണ്ട്, അത് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കലുണ്ട്. ഇങ്ങനെ വേണ്ടതൊക്കെ ഭാര്യ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തമ്മിൽ സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് വേണ്ടാന്നല്ല, സ്നേഹത്തിൻ്റെ ഭാഗമാണ്. മറിച്ച് സ്വഭാവം നന്നാവണം, ഓരോരുത്തരുടെയും സ്വഭാവം നന്നാവണം. അല്ലാതെ കുറേ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നതുകൊണ്ട് അവർ സ്നേഹത്തിൽ കഴിയണമെന്നില്ല. അങ്ങനെ എത്ര ആളുകൾ പിരിഞ്ഞു പോകുന്നുണ്ട്. അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാ? അല്ല. വസ്ത്രം വാങ്ങി കൊടുക്കാതിട്ടാണോ? അല്ല. സ്വഭാവം ദൂഷ്യം ആരെങ്കിലും കൂടെ ഉടപ്പുറപ്പായി ഉണ്ടെങ്കിൽ ആ ബന്ധത്തിന് പൊട്ടലും ചീറ്റലും ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നകും ലൻ തസ്ഉന്നാസ ബി അംവാലിക്കും. സമ്പത്ത് കൊണ്ട് സ്നേഹം കിട്ടുമെന്ന് കരുതണ്ട. വലാകിൻ യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖ്. നല്ല സ്വഭാവം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയമാണോ? ഭാര്യയിൽ നിന്ന് വരുന്ന കുറവുകളെ നികത്തിക്കൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വഭാവമാണോ? ഭർത്താവിൽ നിന്നുണ്ടാകുന്ന കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വഭാവമാണോ? മക്കളിൽ നിന്നുണ്ടാകുന്ന കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാപ്പമാരും ഉമ്മമാരുമാണോ? അവരാണ് നാളെ സ്വർഗത്തിൽ മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്നവരെന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ അമലെ തൂങ്ങുള്ളൂ. അല്ലാതെ 24 മണിക്കൂറും നിസ്കാരവും നോമ്പും ആയി എന്നതുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുന്നു കരുതണ്ട. അതിൻ്റെ ഗുണം നമ്മുടെ സംസാരത്തിലുണ്ടാവണം, അതിൻ്റെ ഗുണം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അപ്പൊ സൽസ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരോടും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ എപ്പോഴും ലാളിക്കും, അവർക്ക് ചുംബനം കൊടുക്കും. ഒരു വല്ലിപ്പ പേരക്കുട്ടിയോട് ചെയ്യുന്ന നല്ല സ്നേഹം, ആ സ്നേഹപ്രകടനം കണ്ടപ്പോ ബഹുമാനപ്പെട്ട അഖ്റ ഇബ്നു അബീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് 10 മക്കളുണ്ടായിട്ട് പോലും ഈ രൂപത്തിലുള്ള സ്നേഹം സ്വഭാവ പ്രകടനം ഞാൻ കാണിക്കാറില്ല. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, മല്ലായ റഹം ലാ യുർഹം. സ്നേഹം കൊടുക്കാത്തവർക്ക് സ്നേഹം തിരിച്ചു കിട്ടൂല. മക്കളിൽ നിന്ന് സ്നേഹം ഉമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? മക്കളിൽ നിന്ന് സ്നേഹം ബാപ്പ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ മക്കളോട് ബാപ്പയും ഉമ്മയും സ്നേഹം കാണിക്കണം. സ്നേഹം ഉള്ളിൽ വെച്ച് നടന്നാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്ന ഉമ്മയും ബാപ്പയുമാകരുത്. ഒരു കുട്ടിയോട്, ഒരു മകനോട്, ഒരു മകളോട് കൂടുതൽ സ്നേഹം, മറ്റു മക്കളോട് അത്ര സ്നേഹമില്ല. ഒരിക്കലും ഉമ്മയും ബാപ്പയും അങ്ങനെയാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും
നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോടെ പ്രവർത്തിക്കണം. പെൺമക്കളോട് അല്ലെങ്കിൽ പെൺമക്കളെ കുട്ടികളോട് മാർക്ക് ഭയങ്കര ഇഷ്ടം, ആൺകുട്ടികളെ മക്കളോട് അത്ര ഇഷ്ടമില്ല. എല്ലായിടത്തും അങ്ങനെയല്ല, പൊതുവേണ്ടാണോ സ്വഭാവമാണ്. അതിൻ്റെ ഒരു കാരണം, രണ്ടും എൻ്റെ മക്കളെ മക്കൾ തന്നെയല്ലേ ആണ്. പിന്നെന്താ ആൺകുട്ടികളുടെ മക്കളോട് അത്ര സ്നേഹമില്ലാത്ത അതിൻ്റെ ഒരു കാരണം, പെൺകുട്ടികൾ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ, അവരെപ്പോഴെങ്കിലല്ലേ വിരുന്നിന് വരുള്ളൂ. അപ്പോൾ ആ ഒരു പുതുമ ഉണ്ടാവുമ്പോൾ കൂടുതലൊരു പരിഗണന ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അത് നമ്മൾ വക വെച്ചു കൊടുക്കണം. അതേസമയം വേറൊരു കുഴപ്പമുണ്ട്. എന്താ, ആ കുട്ടി എൻ്റെ ആൺകുട്ടിയുടെ എൻ്റെ മകൻ്റെ കുട്ടി മാത്രമല്ല, അത് മരോളും കൂടി കുട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരികയാണ്. സ്വന്തം മകളിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ അത് അറിയാതെ പൊട്ടിയതായിരിക്കും. മരുമകളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലോ യാതൊരു ശ്രദ്ധയില്ലാത്തൊരു പെണ്ണാണ്. അങ്ങനെ ആവരുത്. എല്ലാ മക്കളോടും നീതിയോടെ പ്രവർത്തിക്കുന്ന ഉമ്മയും ബാപ്പയുമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിൻ്റെ അടുത്തിരിക്കുമ്പോൾ ആ സ്വഹാബിയുടെ ചെറിയ ആൺകുട്ടി ഓടി വന്നപ്പോൾ ആ ആൺകുട്ടിയെ മടിയിലിരുത്തി ഉമ്മ കൊടുത്തു, വല്ലാതെ പരിഗണിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അതേ സ്വഹാബിയുടെ വേറൊരു ചെറിയ പെൺകുട്ടി വന്നപ്പോൾ ആ ആൺകുട്ടിക്ക് കൊടുത്ത പരിഗണന കൊടുക്കാതെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ അഅദൽത ബൈനഹുമാ, മോനെ നീ നീതി കാണിക്കാത്ത ബാപ്പയായിപ്പോയി. നീ രണ്ട് മക്കളോടും ഒരേപോലെ പ്രകടിപ്പിക്കേണ്ട സ്ഥാനത്ത് ഒരു മകനോട് ഒരു മകളോട് നീ വ്യത്യാസപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നീ നീതി കാണിക്കാത്ത ഉമ്മയാണ്, ബാപ്പയാണ്. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ ഹദീസിന്റെ ഒരർത്ഥം, എൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന സ്വഭാവമുള്ള ഉമ്മയാവണം എന്നാണ്. ഉമ്മ എങ്ങനെങ്കിലും ഹറാം പറപ്പിരുത്തേണ്ട ഉമ്മാന്റെ കാലിലോട്ടൊന്നും സ്വർഗം കിട്ടുന്നില്ല. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മ അങ്ങനെ ആവണം എന്നുള്ളതാണ്. എൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് എൻ്റെ മക്കൾക്ക് സ്വർഗം വാങ്ങി കൊടുക്കണം. എൻ്റെ കാരണം കൊണ്ട് എൻ്റെ മക്കൾക്ക് സ്വർഗം കിട്ടാതെ പോകരുത്. അത് ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മക്കളുടെ വിഷയത്തിൽ അവർ നീതി പുലർത്തണം, മരുമക്കളെ വിഷയത്തിലും നീതി പുലർത്തണം.